നമസ്കാരം, ഞാൻ വർക്കി. ഇന്ന് നാം വാട്സപ്പിലും മെസ്സഞ്ചറിലുമെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശങ്ങൾ അയക്കുന്നു. എന്നാൽ ഞാൻ ഇന്ത്യൻ ആർമിയിൽ ആയിരുന്ന കാലത്തെ കാര്യം ആലോചിക്കുകയാണ്. അന്ന് ഒരാൾക്ക് ഒരു അത്യാവശ്യ സന്ദേശം കൊടുക്കണമെങ്കിൽ ഇന്നത്തെ പോലെ എളുപ്പമല്ല. ഒരാളെ നേരിട്ട് പറഞ്ഞു വിടണം. ആ ദൂതൻ സഞ്ചരിച്ച് അയാളെ കണ്ടുപിടിച്ച് വേണമായിരുന്നു മെസ്സേജ് കൈമാറാൻ. ഇതിന് സമയങ്ങൾ എടുത്തിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് ഒരു അത്യാവശ്യ മെസ്സേജ് അയപ്പിക്കാൻ ദാസപ്പനെ വിളിച്ചു വരുത്തി. ഞാൻ പറയുമായിരുന്നു, ദാസപ്പൻ വേഗം റെഡിയാകൂ, ഈ കത്ത് എങ്ങനെയെങ്കിലും ബറ്റാലിയനിൽ എത്തിക്കണം. അവിടെ ആളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയണം. വഴിയിൽ എവിടെയും നിൽക്കരുത്, സമയം കളയരുത് എന്ന്. കിലോമീറ്ററുകൾ താണ്ടി അയാൾ മടങ്ങി വരുന്നത് വരെ നമ്മൾ ഇവിടെ ടെൻഷൻ അടിച്ച് കാത്തിരിക്കണം. അത്രമേൽ പരിശ്രമം വേണ്ടിവരുന്ന ഒന്നായിരുന്നു ഓരോ സന്ദേശവും. ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിക്കലിന് ശേഷമാണ് ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നത്. അവിടെ അമേരിക്കൻ ആർമിയിൽ സിവിൽ മെക്കാനിക്കായി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി നോക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. ഇന്ത്യൻ ആർമിയിലെ അച്ചടക്കമുള്ള ജീവിതത്തിന് ശേഷം കുവൈറ്റിലെത്തിയ എനിക്ക് അവിടെ കണ്ട സാങ്കേതിക വിദ്യകൾ വളരെ അത്ഭുതകരമായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി ഒരു മൊബൈൽ ഫോൺ കാണുന്നത്. ഇന്ത്യയിൽ മൊബൈൽ വന്നതിന് ശേഷവും ഇൻ്റർനെറ്റിൻ്റെ ലോകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത് അവിടെയുള്ളവരിൽ നിന്നാണ്. ലോകം ഒരു കൊച്ചു ഗ്രാമമായി മാറുന്നത് ഞാൻ അവിടെ വെച്ച് നേരിട്ട് കണ്ടു. ആദ്യമായി ഫോൺ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്, ഇത് എന്തൊരു അത്ഭുതമാണ്. നൂലുമില്ല, കമ്പിയുമില്ലാതെ എങ്ങനെയാണ് ഇതിലൂടെ ശബ്ദം അക്കരെ എത്തുന്നത്? ഇത് നമ്മുടെ നാട്ടിലും വന്നെങ്കിൽ എത്ര പേരുടെ കഷ്ടപ്പാട് കുറഞ്ഞേനെ. സാങ്കേതിക വിദ്യയുടെ കരുത്ത് ഞാൻ ആദ്യമായി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. മൊബൈലിന് പിന്നാലെ ഞാൻ ഇന്റർനെറ്റിനെ കുറിച്ചും അവിടെ നിന്ന് മനസ്സിലാക്കി. ലോകത്തിന്റെ അറിവുകൾ മുഴുവൻ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയുന്നത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്ത്യയിൽ അന്ന് ഇന്റർനെറ്റ് അത്ര പ്രചാരത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഭാവി ഈ വഴിയിലാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു ജോലി മതിയാക്കി ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും ജോലിയിൽ നിന്ന് വിശ്രമിക്കാനാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ഞാൻ തീരുമാനിച്ചത് ഒരു ഇന്റർനെറ്റ് കഫേ തുടങ്ങാനാണ്. അന്നത്തെ ഡയലപ്പ് കണക്ഷനെ പറ്റി ഓർമ്മയുണ്ടോ? ലാൻഡ് ഫോൺ വഴി ഇന്റർനെറ്റ് മോഡത്തിലേക്ക് കേബിൾ എടുത്ത് വീണ്ടും മോഡത്തിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് കേബിൾ വഴി കണക്ട് ചെയ്തിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. കമ്പ്യൂട്ടർ കണക്ട് ആകുമ്പോൾ വരുന്നൊരു പ്രത്യേക സൗണ്ട് എൻ്റെ കാതുകളിൽ ഇന്നും മുഴങ്ങുന്നു. അക്കാലത്ത് ഇന്റർനെറ്റ് പ്രവർത്തിപ്പിക്കാൻ ഏതാണ്ട് മണിക്കൂറിൽ 40 രൂപ ചെലവ് വന്നിരുന്നു. എൻ്റെ പല സ്നേഹിതരും ബന്ധുക്കളും എന്നെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ എൻ്റെ തീരുമാനമായി മുന്നോട്ട് പോയി. മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ അന്ന് ഞാൻ കാണിച്ച ധൈര്യമാണ് ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പ്രായം ഒരു തടസ്സമല്ല, മാറാൻ തയ്യാറുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. 25-ാം വയസ്സിലും ഞാൻ ഈ യൂട്യൂബിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ ആ പഴയ കുവൈറ്റ് കാലത്തെ ആവേശം എന്നിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആദ്യത്തെ ഫോൺ അനുഭവം താഴെ കമന്റിൽ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അറിവുകൾക്കായി മറോസ് വീഡിയോസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.